ഹായ് കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാം സുഖമല്ലേ? തനിമ മലയാളം സ്റ്റോറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ബുദ്ധിമാനായ ഒരു മന്ത്രിയുടെ കഥയാണ് കേട്ടോ. നമുക്ക് കഥ കണ്ടാലോ? ഒരു ഗ്രാമത്തിൽ ഒരു കർഷകൻ ഉണ്ടായിരുന്നു. അയാൾക്ക് കുറച്ച് കൃഷിയുണ്ടായിരുന്നു. കൃഷിക്ക് ആവശ്യമായ വെള്ളം ലഭിക്കാത്തതിനാൽ അയാൾ അവിടെ അടുത്തുള്ള ഒരു കിണർ പണം നൽകി വാങ്ങാൻ തീരുമാനിച്ചു. കിണറിൻ്റെ ഉടമസ്ഥൻ ഒരു സൂത്രശാലിയായിരുന്നു. അയാൾ ഇതിൻ്റെ പേരിൽ ഒരുപാട് പണം കർഷകൻ്റെ കയ്യിൽ നിന്നും വാങ്ങിച്ചു. അടുത്ത ദിവസം വെള്ളമെടുക്കാനായി കർഷകൻ കിണറിൻ്റെ അടുത്ത് എത്തിയപ്പോൾ കിണറിൻ്റെ പഴയ ഉടമസ്ഥൻ അവിടെ എത്തി. എന്നിട്ട് വെള്ളമെടുക്കാൻ സമ്മതിച്ചില്ല. കർഷകൻ ചോദിച്ചു, അങ്ങ് പറഞ്ഞ പണം ഞാൻ നൽകിയില്ലേ? പിന്നെ എന്താണ് അങ്ങ് വെള്ളമെടുക്കാൻ സമ്മതിക്കാത്തത്? അപ്പോൾ അയാൾ പറഞ്ഞു, നീ കിണറിനുള്ള പണം നൽകി. കിണർ നിൻ്റേതാണ്, പക്ഷേ അതിലെ വെള്ളം എൻ്റേതാണ്. ഞാൻ വെള്ളം വിറ്റിട്ടില്ല, കിണറു മാത്രമാണ് വിറ്റത്. ഇത് കേട്ട കർഷകൻ ആകെ തകർന്നു. ഇനി എന്തു ചെയ്യുമെന്ന് ചിന്തിച്ചു. അയാൾ നേരെ രാജകൊട്ടാരത്തിലേക്ക് പോയി. അവിടെ രാജധാനിയിൽ എല്ലാവരും ഉണ്ടായിരുന്നു. അയാൾ അവിടേക്ക് ചെന്നു. കർഷകൻ തൻ്റെ പരാതി മേലധികാരിയെ അറിയിച്ചു. അയാൾ അത് മന്ത്രിയെ അറിയിച്ചു. മന്ത്രി കിണറിൻ്റെ പഴയ ഉടമസ്ഥനെ രാജധാനിയിലേക്ക് വിളിപ്പിച്ചു. അയാളോട് കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ അയാൾ കിണറാണ് താൻ വിറ്റതെന്നും വെള്ളം വിറ്റിട്ടില്ലെന്നും ആവർത്തിച്ചു പറഞ്ഞു. ഇതു കേട്ട മന്ത്രിക്ക് അയാൾ ഒരു സൂത്രശാലിയാണെന്ന് മനസ്സിലായി. മന്ത്രി പറഞ്ഞു, ശരി, നിങ്ങൾ കിണർ വിറ്റല്ലോ. അപ്പോൾ കിണർ ഇപ്പോൾ കർഷകൻ്റേതാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഉടമസ്ഥതയിലുള്ള വെള്ളം എല്ലാം കിണറ്റിൽ നിന്നും എടുത്തു മാറ്റേണ്ടതാണ്. ഇത് കേട്ടപ്പോൾ അയാൾ എന്തു ചെയ്യുമെന്നറിയാതെ കുഴങ്ങി. അയാൾ മന്ത്രിയോട് തൻ്റെ തെറ്റ് മാപ്പാക്കണമെന്ന് അപേക്ഷിച്ചു. എന്നിട്ട് മന്ത്രി അപ്പോൾ തന്നെ കർഷകന് ആ കിണർ സ്വന്തമാണെന്നും അതിലെ വെള്ളം എടുക്കാമെന്നും ഉത്തരവിട്ടു. കർഷകൻ വേഗം ചെന്ന് കിണറ്റിലെ വെള്ളമെടുത്തു. അങ്ങനെ കർഷകന് നീതി ലഭിച്ചു. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടോ കൂട്ടുകാരെ? ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. കൂടാതെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഇനി മറ്റൊരു കഥയുമായി മറ്റൊരു ദിവസം കാണാം.